എല്ലാ കോക്കോനാടും നിർമ്മൽ കൺസ്യൂമേഴ്സിനും നമസ്കാരം. ഈയിടെയായി ഒമാനിൽ നിന്ന് ഞങ്ങളൊരു കൺസ്യൂമർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെളിച്ചെണ്ണ മേടിച്ച് തുറന്നപ്പോൾ അതിൽ റൗണ്ട് ഫോമിലുള്ള ജെല്ലുണ്ടെന്ന് വാട്സാപ്പിൽ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കപ്പൽ മുഖാന്തരം കണ്ടെയ്നറിലാക്കി ആണ് പോകുന്നത്. നോർമലി വിൻ്ററിൽ പോകുമ്പോൾ രാത്രി തണുപ്പും പകൽ ചൂടായിരിക്കും. ഇതുപോലെ വരുമ്പോൾ വെളിച്ചെണ്ണയുടെ ടെമ്പറേച്ചർ ഒരു 60 ദിവസത്തോളം ഈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഗ്രാനുവൽസ് വരാം കോക്കനട്ട് ഓയിലിന്. ഈ ഗ്രാനുവൽസ് വന്ന് താഴത്ത് സെറ്റിൽ ചെയ്ത് സൈഡിലുള്ള ഗ്രാനുവൽസ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് റൗണ്ട് ജെല്ലി ഫോമിൽ വരും. ഈ റൗണ്ട് ജെല്ലി ഫോമിലുള്ള ഗ്രാനുവൽസ് അത് പ്യുവർ വെളിച്ചെണ്ണ തന്നെയാണ്. 30-35 ഡിഗ്രി വെളിച്ചെണ്ണ മെൽറ്റാവുമ്പോൾ ഈ ഗ്രാനുവൽസ് മെൽറ്റാവുന്നത് 40 തൊട്ട് 45 ഡിഗ്രിയിൽ മാത്രമാണ് മെൽറ്റാവുന്നത്. ഈ വെളിച്ചെണ്ണ ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നത് പ്യുവർ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. വെളിച്ചെണ്ണയുടെ ക്യാരക്ടറിൽ യാതൊരു മാറ്റവും അതിൽ വരുന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയായി ഈ വാട്സാപ്പിൽ ഈ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒമാൻ അതോറിറ്റി ഞങ്ങളുടെ ഓയിൽ ടെസ്റ്റ് ചെയ്ത് അഡൾട്രേഷൻ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നില്ലെങ്കിൽ ഇയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗുഡ് വില്ല് ഇടിച്ച് താത്താൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി വാട്സാപ്പ് മെസ്സേജ് ഫോർവേഡ് ചെയ്തേക്കുന്നതാണ്. ഒരു മാസം 1000 ടൺ വെളിച്ചെണ്ണ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങൾക്ക് ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 70 കൊല്ലത്തെ പാരമ്പര്യം KLFനുണ്ട്. വെറുതെ ഒരു വാട്സാപ്പ് മെസ്സേജിൻ്റെ പേരിൽ ഞങ്ങളുടെ ഗുഡ് വിൽ വിലയിരുത്തരുത്. ഇത്ര നാളത്തെ ഹിസ്റ്ററിയിൽ കമ്പനിക്ക് മായത്തിൻ്റെ ഒരു കേസും പോലും ഇല്ല. ഒരു ബ്രാൻഡിനെയും ഇതുപോലെ ഒരു സംശയത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ പ്രത്യേക ഇൻട്രസ്റ്റ് കാരണം ഇങ്ങനെ തരം താത്തി കാണിക്കാൻ പാടില്ല. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉറപ്പ് വരുത്താൻ ഇതിൽ മായമുണ്ടോ അല്ലെങ്കിൽ വാക്സ് ഉണ്ടോ. ഇത്തരം ഫേക്ക് മെസ്സേജുകൾ KLF കൺസ്യൂമേഴ്സ് വിശ്വസിക്കില്ല. KLFൻ്റെ ഈ മെസ്സേജ് മറ്റുള്ള കൺസ്യൂമേഴ്സിനോട് എത്തിക്കുമെന്നും പ്രതീക്ഷിച്ച് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.